ഹായ് ഓൾ, നമ്മളേറെ കാത്തിരുന്ന RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ RRB പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു ഏപ്രിൽ ജൂൺ പീരീഡിലാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വരും എന്ന് RRB അറിയിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ജൂൺ എൻഡിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ITI, ഡിപ്ലോമ, BTech അതുപോലെ +2 ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ RRB ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 എന്ന് പറയുന്ന രണ്ട് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ITക്കാർക്ക് ഒത്തിരി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ITക്കാരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/6 അതായത് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാം. എന്ന് വരെ അപ്ലൈ ചെയ്യാം? 28/7 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/7 അതുപോലെ നമുക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ വല്ലതും വേണമെങ്കിൽ നമുക്ക് 1 മുതൽ 10 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ സമയമെടുത്ത്, ഇപ്പോൾ ഒരു മാസമുണ്ട്, അപ്പോൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട, വളരെ സമയമെടുത്ത് തന്നെ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 പോസ്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് BSc, ഡിപ്ലോമ, BTech ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. വിവിധ സ്ട്രീമുകളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വിശദ വിവരം നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് നോക്കാം. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ITക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വീണ്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ഓർക്കുക, ഇത് ലെവൽ 5 പേ ലെവലാണ്. അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 29,200 ഈ ഒരു സാലറി ഒന്നും ആയിരിക്കത്തില്ല, ഇതിലും ഹയർ ആയിട്ടുള്ള ഒരു സാലറി ആയിരിക്കും നമുക്ക് അവിടെ കൈ കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് B1 ആണ്. ഏജ് ലിമിറ്റ് നോക്കിക്കുക, 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ നോക്കുക. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 183 പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 1000-ൽ പരം വേക്കൻസീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഈ നമ്പറൊന്നും ആയിരിക്കത്തില്ല, അത് പെരിയെ എന്ത് ചെയ്യും, കൂടുന്നതായിരിക്കും. വീണ്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതിന്റെ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. ഇനിഷ്യൽ പേ സാലറി എന്ന് പറഞ്ഞാൽ 19,900 നേരത്തെ പറഞ്ഞ ഈ സാലറി ഒന്നും ആയിരിക്കത്തില്ല, ഒരു ഹയർ സാലറി, അലവൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് ഒരു ഹയർ സാലറി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് ആണ്. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 6055 വേക്കൻസീസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 14,000 വേക്കൻസീസോളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 6055 നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഹയർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ അതിന്റെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി, അതുപോലെ BSc ഇൻ എനി കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീം, ഏതൊക്കെ സ്ട്രീമുകളാണ് നമുക്ക് നോക്കാം. അതുപോലെ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്ക് പറ്റും, അതും ഏതൊക്കെ ബേസിക് സ്ട്രീമുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയവർക്കും ഈ പറയുന്ന ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് SSLC പ്ലസ് ITI ആണ് പറയുന്നത്. SSLC പ്ലസ് ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഡിപ്ലോമയോ BTechോ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്ത് വേണം, ITI ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അത് ഈ ITക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഏതൊക്കെയാണ് സ്ട്രീമുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ സ്ട്രീമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ മുതലായ സ്ട്രീമുകളിൽ ഈ ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി ഉള്ളവർക്കാണ് പറയുന്നത്. അതുപോലെ BSc ഇൻ സബ്സ്ട്രീംസ്, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസിന്റെ സബ്സ്ട്രീംസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ BScയുടെ കാര്യം അങ്ങനെ. പിന്നീട് വരുമ്പോൾ എന്താണ്, 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എബോവ് ബേസിക് സ്ട്രീംസ്, ഏതൊക്കെയായിരിക്കും, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ മുതലായ സ്ട്രീമുകളിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്കും പറ്റും. അതുപോലെ തന്നെ ഇനി വരുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ്, ഈ പറയുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT മുതലായ സ്ട്രീമുകളിൽ BTech കംപ്ലീറ്റ് ആക്കിയവർക്ക് അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആക്കിയവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് വേണ്ടത്. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുമ്പോഴത്തേക്കിന് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പല ട്രേഡുകളിലേക്ക് ആണ്
അപ്ലൈ ചെയ്തിരിക്കും, ഐ മീൻ നോട്ടിഫിക്കേഷൻ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 29ഓളം ട്രേഡുകളിലേക്ക് അല്ലെ പോസ്റ്റുകളാണ് ഇവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരെണ്ണം എടുത്താൽ ട്രേഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും. SSLC പ്ലസ് ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT ഓർ SCVT ഇൻ ട്രേഡ് ഓഫ് ഏതൊക്കെ ട്രേഡുകളാണ്? ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, അതുപോലെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെക്കാനിക് മെക്കാട്രോണിക്സ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ വെൽഡർ, മെഷീനിസ്റ്റ്. ഈ പറയുന്ന യോഗ്യത എല്ലാം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഏകദേശം ഒരു 29ഓളം ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും എടുത്തിട്ട് നോക്കണം. ഇതെല്ലാം വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇത് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ITക്കാർക്ക് ഏതൊക്കെയാണ്, ബിടെക്കാർക്ക് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് ഏതൊക്കെയാണെന്നുള്ള കാര്യം വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ബേസിക് റെഫറൻസിന് വേണ്ടി ഞാൻ ഈ PDF താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി നോക്കിയാൽ മതി. ഓരോ പോസ്റ്റും നോക്കുക, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് അവർ പറയുന്നതെന്ന് നോക്കുക, ഏതൊക്കെ ട്രേഡുകളാണെന്ന് നോക്കിയാൽ നമുക്കിങ്ങനെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ITI ട്രേഡ് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ITക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമുക്ക് പറയാനുള്ളത്. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ അടുത്തത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരു 3 സ്റ്റെപ്പായിട്ടാണ്. 3 സ്റ്റെപ്പായിട്ടെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ആദ്യമേ തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നമുക്കറിയാം RRB ALP പോലുള്ള എക്സാമുകൾ CBT 1ഉം CBT 2ഉം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീടുള്ളത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ബേസിക്കായിട്ട് എല്ലാ ഇതിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നീട് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഒത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്കത് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാനുള്ള എക്സാമിനേഷൻ ഫീ ആണ്. എക്സാമിനേഷൻ ഫീ എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപ വെച്ചിട്ടാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ അവർ റീഫണ്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിലോട്ട് അവർ ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് SC ST, എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള കാറ്റഗറിക്കാർക്കൊക്കെ എന്താണ് 250 ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞാൽ 250 രൂപയും എന്ത് ചെയ്ത് തരും? റീഫണ്ട് ചെയ്ത് തരും. എക്സാം എഴുതിയാൽ മാത്രമേ ഈ റീഫണ്ട് ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ IT ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി അവസരങ്ങളാണ് RRBയിലുള്ളത്, അല്ലേ? അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആരും അപ്പം മടിച്ച് നിൽക്കാതെ അപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങൾ സോണൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ വെച്ചിട്ടുള്ള വെബിനാറുകളും വീഡിയോസും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം അതുപോലെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യോഗ്യതയൊക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യുക. 1 മാസം സമയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കീനായിട്ട് അപ്ലൈ ചെയ്യണം. കുറേ അധികം ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തെറ്റിക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. കറക്ഷൻ ചെയ്യാനുള്ള ടൈമുണ്ട്, എന്നാലും ആദ്യമേ തന്നെ നമ്മൾ തെറ്റിക്കാതൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 2 പോസ്റ്റുകളിലേക്കുമുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.